ഹലോ ഗൈസ്, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമുക്ക് കടകളിൽ നിന്നും ഒരു സാധനങ്ങൾ പോലും മേടിച്ച് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ജ്യൂസ്, മാംഗോ ജ്യൂസ്, ബാക്കിയുള്ള ഈ നമ്മുടെ പാക്കറ്റിൽ വരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എങ്ങനെ നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് നമ്മൾ മേടിച്ച് കൊടുക്കും? എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഗൈസ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. മാംഗോ ജ്യൂസ് പാക്കറ്റിൽ ഒച്ചിനെ കണ്ടെത്തി. മാ എന്ന പേരിൽ വിപണനം ചെയ്യുന്ന ജ്യൂസിൽ നിന്നാണ് മനക്കോട് സ്വദേശി ഗോകുലിന് ഒച്ചിനെ കിട്ടിയത്. കുടിച്ചോണ്ടിരിക്കുന്ന ടൈമിൽ ജ്യൂസ് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വെച്ച് എന്തോ തടഞ്ഞ പോലെ തോന്നി. അപ്പോൾ ഒരു വലി വലിച്ചപ്പോൾ കംപ്ലീറ്റ് സ്റ്റക്കായി. പിന്നെ പുറത്തേക്കൊന്ന് സ്ട്രോ വലിച്ചെടുത്തപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ സംഭവം പുറത്തേക്ക് വരണതാണ് കണ്ടത്. പിന്നെ കടക്കാരടുത്ത് പറഞ്ഞ് കത്രിക വാങ്ങിച്ച് കംപ്ലീറ്റ് ആയിട്ട് വെട്ടി കഴിഞ്ഞപ്പോഴാണ് ഉള്ളിൽ നിന്ന് ഇതുപോലെ തലയാണ് ഒച്ചാണ് എന്തോ അതിനുള്ളിൽ നിന്ന് കിട്ടിയത്. ഇത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ആകെ നമ്മൾ എന്ത് വിശ്വസിച്ചാണ് നമ്മൾ ഇതുപോലെ ഒരു പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ പറ്റുക? ഫുഡ് സേഫ്റ്റി ആണെങ്കിലും ഇത് ചെക്ക് ചെയ്യണമല്ലോ, ഒന്നും ചെയ്യണില്ല. എന്ത് ധൈര്യത്തിൽ ഇതൊക്കെ വാങ്ങിച്ചു കുടിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവാൻ പറ്റാത്തത്. അപ്പോൾ ഇത് കാരണം എനിക്ക് വല്ല ദേഹാസ്വസ്ഥ എന്തെങ്കിലുമൊക്കെ വരുമോന്നൊന്നും അറിയില്ലല്ലോ. കടക്കാരൻ പറയുന്നത് തങ്ങൾക്കിത് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല. അതായത് ഇത് പാക്കറ്റ് ഫുഡ് അല്ലെങ്കിൽ പാക്കറ്റ് ഡ്രിങ്ക് ആണ്. അതുകൊണ്ട് തന്നെ ഇത് തുറന്നു വെക്കുകയോ ഒന്നും തന്നെ തങ്ങൾ ചെയ്തിട്ടില്ല. ഇത് വന്ന ഒരു സമയത്ത്, ഈ കമ്പനിയിൽ നിന്ന് വന്ന സമയത്ത് തന്നെ ഉണ്ടായതാകാം. അയ്യന്തോൾ ഭാഗത്ത് വെച്ചുള്ള ഒരു കടയിൽ നിന്നാണ് ഇത് വാങ്ങിയതിന് ശേഷം നേരത്തെ സൂചിപ്പിച്ച പോലെ കുടിക്കാനായി സ്ട്രോ ഉപയോഗിച്ച് വലിച്ചു കുടിക്കാനായി ശ്രമിച്ച സമയത്താണ് ഇത്തരത്തിൽ ജ്യൂസ് പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെയാണ് പൊളിച്ചു നോക്കിയത്. അതാണ് ഇപ്പോൾ ഈ കുപ്പിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ കാണാമായിരുന്നു. ഇതിപ്പോൾ പാക്കറ്റാണ്, അതുകൊണ്ട് തന്നെ ഉള്ളിൽ എന്താണെന്ന് കൃത്യമായി അറിയാറില്ല. തൃശ്ശൂരിൽ